ഹായ് ഹലോ ലേണേഴ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. ഓക്കെ, എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, എന്താണ് പബ്ലിക് റവന്യൂ, ഇതെങ്ങനെയൊക്കെയാണ് ഇൻകർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? അപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ അൾട്ടിമേറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് പല ആക്ടിവിറ്റീസുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, എൻഗേജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. പല ആക്ടിവിറ്റീസുകളും പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസുകളായിരിക്കും അത്? അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാവാം, അതും അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ടാവാം, അതും അല്ലെങ്കിൽ സിറ്റിസൻസിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാവാം, പലതരത്തിൽ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആക്ടിവിറ്റീസുകളിൽ ഗവൺമെൻറ് എൻഗേജ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആർക്ക് വരുന്നുണ്ട്, ഗവൺമെൻറ്റിന് ഇൻകർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഇത്തരം ഡെവലപ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് പറയുന്നത്, ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ ഗവൺമെൻറ് ഇസ് നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അല്ലെ, ഗവൺമെൻറ്റിന് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സ്പെൻഡിച്ചേഴ്സ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ദെൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് എന്താ അതിൻ്റെ അർത്ഥം, ഇത്തരം ആക്ടിവിറ്റീസുകൾ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പെർഫോമൻസസുകൾ, അതായത് വെൽഫെയറിന് വേണ്ടിയിട്ടോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഒക്കെ എത്രയൊക്കെ ആക്ടിവിറ്റീസുകൾ ഇൻകർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് എന്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാം, 2010-11 വർഷം മുതൽ 2015-16 വരെ ഉള്ളൊരു കാലഘട്ടം നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ ഒരു നിരക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലേ, ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അതായത് ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസുകൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിന് പലതരത്തിലുള്ള റീസൺസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ അല്ലേ, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ നിർബന്ധമായും കൂടിയേ പറ്റുള്ളൂ അല്ലേ. കാര്യം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് സിറ്റിസൻസിനുള്ള വെൽഫെയർ ആക്ടിവിറ്റീസുകൾ കൂടുന്നു. സ്വാഭാവികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ എന്ത് കൊണ്ടുവരേണ്ടി വരും, കാര്യമായിട്ടുള്ള വളർച്ച കൊണ്ടുവരേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസുകളിലൊക്കെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആവശ്യമായിട്ട് വരുന്നത്. ഇനി നോക്കൂ, പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണത്? One is developmental expenditure and another one is non-developmental expenditure. എന്താണ് എക്സ്പ്ലനേഷനിൽ പറയുന്നത്, എന്തിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? എക്സ്പ്ലനേഷനിലേക്ക് നോക്കൂ. ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ കൺസ്ട്രക്റ്റിംഗ് റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് ഹാർബേഴ്സ്, സ്റ്റാർട്ടിംഗ് അപ്പ് ന്യൂ എൻ്റർപ്രൈസസ്, സെറ്റിംഗ് അപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ എക്സാമ്പിൾസുകളെല്ലാം തന്നെ ഒരു രാജ്യത്തിൻ്റെ അൾട്ടിമേറ്റ് ഡെവലപ്മെൻറ്റിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, ഹൈലി നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇല്ലാതെ, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളില്ലാതെ, അല്ലെങ്കിൽ പുതിയ എൻ്റർപ്രൈസസ്, പുതിയ ബിസിനസ് സ്ഥാപനങ്ങളില്ലാതെ, ബ്രിഡ്ജസ് ഇല്ലാതെ, റോഡ്സുകളില്ലാതെ ഒരിക്കലും ഡെവലപ്മെൻറ്റ് പോസിബിൾ ആയിരിക്കില്ല. സോ സ്വാഭാവികമായിട്ടും ഇത്തരം ആക്ടിവിറ്റീസുകളിൽ, അതായത് ഇത്തരം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഉണ്ടാവുന്ന ചെലവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി മാത്രമായിരിക്കില്ല എക്സ്പെൻസസുകൾ ഇൻകർ ചെയ്യുന്നത് അല്ലേ, മറ്റാവശ്യങ്ങൾക്കുമുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ വാർ, ഇൻട്രസ്റ്റ്, പെൻഷൻ എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ
ഒരു രാജ്യത്ത് അപ്രതീക്ഷിതമായിട്ടൊരു വാറ് വന്നു അല്ലേ, യുദ്ധം വന്ന സമയത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എക്സ്പെൻഡിച്ചർ ആവശ്യമായിട്ട് വരും, ചിലവുകൾ ഉണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ പ്രായമായവർക്കോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിച്ച ആൾക്കാർക്കൊക്കെ എന്ത് കൊടുക്കേണ്ടി വരും, പെൻഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ വായ്പ എടുത്തിട്ടുള്ള ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതൊന്നുമല്ല, നമുക്ക് റീസെൻ്റായിട്ട് നമുക്ക് എന്തൊരു എക്സാമ്പിൾ പറയാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു പാൻഡമിക് വരുന്ന സമയത്ത് അല്ല, കോവിഡ് പോലെയുള്ളൊരു പാൻഡമിക് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല അല്ലേ. അപ്പോൾ അത് മുന്നിലുണ്ടാവുന്നൊരു സിറ്റുവേഷൻ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചേഴ്സുകളാണ് ഇത്തരം എക്സ്പെൻഡിച്ചേഴ്സ്. അതിനെയാണ് നമ്മൾ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമായിട്ടും എക്സ്പെൻഡിച്ചർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടിയിട്ടോ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇയർ ബൈ ഇയർ അത് ഇൻക്രീസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പബ്ലിക് എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എക്സ്പെൻഡിച്ചേഴ്സുകൾ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് മീറ്റ് ചെയ്യുന്നതിന് എന്ത് വേണം, നമുക്ക് വരുമാനം വേണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫായിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇൻകം വേണം അല്ലേ. ഈ ഇൻകത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻകം ഓഫ് ദ ഗവൺമെൻറ് ഇസ് നോൺ ആസ് പബ്ലിക് റവന്യൂ. അതെ, ഗവൺമെൻറ്റിന് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ പബ്ലിക് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിന് ഈ പറയുന്ന ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഏതെല്ലാം സോഴ്സസിൽ നിന്നും ഗവൺമെൻറ്റിന് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും? പ്രധാനമായിട്ടും 2 സോഴ്സസുകളാണുള്ളത്. ഒന്ന് ടാക്സ് ആണ് അല്ലേ, ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ടാക്സ് റവന്യൂ എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ ടാക്സ് റവന്യൂവിലേക്ക് പോകുന്ന സമയത്ത് എന്തിനാണ് ടാക്സ് എന്ന് പറയുന്നത്, എന്താണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്? Taxes are the main sources of income to the government. Tax is a compulsory payment to the government made by the public for meeting expenditure towards welfare activities, developmental activities, etc. അവിടെ പ്രധാനപ്പെട്ട ഒരു ടേം എടുത്ത് പറയുന്നുണ്ട് അല്ലേ, ടാക്സ് ഇസ് എ കമ്പൽസറി പേയ്മെൻറ്റ് ടു ദ ഗവൺമെൻറ് എന്ന് പറയുന്നു. അതായത് ഇൻകം ഏൺ ചെയ്യുന്ന ഏതൊരു സിറ്റിസനും നിർബന്ധമായിട്ടും ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കേണ്ട ആ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്ഷൻ അല്ല, നിർബന്ധമായും കമ്പൽസറി പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇൻകം ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്തടയ്ക്കുന്നത്, ടാക്സ് എമൗണ്ടുകൾ അടയ്ക്കുന്നത്. എല്ലാ ആളുകളുടെയും ഇൻകം ഒരുപോലെയല്ല, സോ സ്വാഭാവികമായിട്ടും അവരടയ്ക്കുന്ന ടാക്സ് എമൗണ്ടുകൾക്കും എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹയർ ക്ലാസ്സസുകളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ടാക്സിൻ്റെ കാൽക്കുലേഷൻസ്, ഇൻകത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് എമൗണ്ടുകൾ പ്രധാനമായിട്ടും പോകുന്നത് എന്തിലേക്കാണെന്നാണ് പറയുന്നത്, വെൽഫെയർ ആക്ടിവിറ്റീസിലേക്കാവാം, അതല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിലേക്കാവാം എന്നുള്ളതാണ്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ഓരോ സിറ്റിസൻസിൻ്റെയും കയ്യിൽ നിന്നും കിട്ടുന്ന അവരുടെ ഇൻകം ലെവലിനനുസരിച്ച് കിട്ടുന്ന കമ്പൽസറി പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ പേഴ്സൺ ഹു പേയ്സ് ടാക്സ് ഇസ് കോൾഡ് ടാക്സ് പെയർ അല്ലേ, ടാക്സ് അടയ്ക്കുന്ന ആൾ നമ്മൾ ടാക്സ് പെയർ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അസസി എന്നുകൂടി പറയും. ഓക്കെ, അസസി എന്ന് ഇൻകം ടാക്സ് കാൽക്കുലേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ടാക്സ് പെയറെ അസസി എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ഈ ടാക്സിനെ തന്നെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഡയറക്റ്റ് ടാക്സ്? ഓക്കെ, ഹിയർ ദ burden of the tax is borne by the same person on whom tax is imposed. These type of taxes are called direct taxes. അല്ലേ, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡയറക്റ്റായിട്ട് പേ ചെയ്യുകയാണ് അല്ലേ. ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ യുണീക്ക് ഫീച്ചർ ഓഫ് ഡയറക്റ്റ് ടാക്സ് ഇസ് ദാറ്റ് ദ ടാക്സ് പെയർ അണ്ടർടേക്സ് ദ ബേർഡൻ ഓഫ് ദി ടാക്സ്. അതായത് ഡയറക്റ്റ് ടാക്സ് ആരുടെ മേലാണോ ചുമത്തപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ടാക്സ് എമൗണ്ടിൻ്റെ ബേർഡൻ എന്ന് പറയുന്നത് മറ്റൊരാളിലേക്ക് അത് എന്ത് ചെയ്യാൻ കഴിയില്ല, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പോൾ എൻ്റെ പേരിലാണ് ടാക്സ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഡയറക്റ്റ് ടാക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ എന്തായിരിക്കും ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും അല്ലേ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് പെയർ ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അത് മറ്റൊരാളുടെ, വേണമെങ്കിലല്ല അത് അങ്ങനെയാണ് അല്ലേ, മറ്റൊരാളുടെ പേരിലേക്ക് അത് എന്ത് ചെയ്യാം, ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് എക്സ്പ്ലനേഷനിൽ പറയുന്നത്? An important feature of indirect tax is that the tax burden can be shifted from the person on whom it is imposed to another person. അല്ലേ, എങ്ങനെയാണിത് മറ്റൊരാളുടെ പേരിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുക? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡർ ആയിട്ടുള്ള ഒരാളുടെ പേരിൽ സെയിൽസ് ടാക്സ് എന്ത് ചെയ്തു, ചുമത്തപ്പെട്ടു എന്ന് വിചാരിക്കുക. സെയിൽസ് ടാക്സ് അടയ്ക്കാൻ ആദ്യം ഈ പറയുന്ന ടാക്സ് ആരുടെ പേരിലായിരിക്കും വരിക? ഈ ട്രേഡറുടെ കയ്യിലായിരിക്കും. ട്രേഡർ ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അയാളുടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈടാക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുക? അതായത് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന പ്രൈസിൽ ഈ പറയുന്ന ടാക്സ് എമൗണ്ട് എന്ത് ചെയ്തിരിക്കും, ആഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യുന്നു, ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് ടാക്സ് എന്ത് ചെയ്യാണ്, ട്രേഡർ അടയ്ക്കുന്നു എന്നുള്ള, നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ with a view to simplify the indirect tax system and to introduce one tax across the country, goods and service tax. അതായത് ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത് ഒരുപാട് ടാക്സസുകൾ ചേർന്നതാണ്. ഒരുപാട് ടാക്സസുകൾ ഉണ്ടല്ലോ, അതായത് സെയിൽസ് ടാക്സ് ഉണ്ട്, അതുപോലെ എക്സൈസ് ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ, ഒക്ട്രോയി, അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇങ്ങനെ ഒരുപാട് ടാക്സസുകൾ നമ്മൾ വേറെ വേറെ അടയ്ക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു കുറച്ചു കാലം മുന്നേ വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പുതിയൊരു ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, അതായത് വൺ കൺട്രി വൺ ടാക്സ് എന്ന് പറയുന്നൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST എന്ന് പറയുന്നത് അല്ലേ. GST ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഈ പറയുന്ന നമ്പർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസുകൾ എന്ത് ചെയ്തു, ഒറ്റ ടാക്സായിട്ട് മാറ്റുകയാണ് ചെയ്തത്, മെർജ് ചെയ്തു അല്ലേ. ഒരുപാട് ടാക്സസുകളെ ഒറ്റ പേരിലേക്ക് എന്ത് ചെയ്തു, മെർജ് ചെയ്തു. അപ്പോൾ മറ്റ് ടാക്സുകൾ അടയ്ക്കുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ അവിടെ എന്ത് ചെയ്യാണ്, ഒഴിവാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് GST എന്താണെന്നുള്ളത് കൂടി ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. എന്താണ് പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ 1st July 2017 അല്ലേ. 2017 ജൂലൈ 1 മുതലാണ് ഈ പറയുന്ന GST നമ്മൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്താ പറയുന്നത്? മെർജിങ് ഡിഫറെൻറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇമ്പോസ്ഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അല്ലേ ഇമ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസുകളെ ഒരുമിച്ച് മെർജ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന GST എന്ന് പറയുന്ന പുതിയൊരു ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ taxes are levied at different stages starting from production to final consumption of goods and services. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ മുതൽ ഫൈനൽ കൺസംഷൻ വരെയുള്ള, അതായത് മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റേജ് മുതൽ ഫൈനൽ കൺസംഷൻ നടത്തുന്ന സ്റ്റേജ് വരെ പല സ്റ്റേജുകളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ പറയുന്ന GSTയുടെ എമൗണ്ട് പിടിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അവിടെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് നോക്കൂ. GST രജിസ്ട്രേഷൻ ഈസ് മാൻഡേറ്ററി ടു ദ ട്രേഡേഴ്സ് ഇഫ് ദ ടേൺ ഓവർ ഇസ് മോർ ദാൻ 20 lakh ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. അതായത് നിർബന്ധമായും GST ആരൊക്കെ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഒരു ട്രേഡർ ആയിട്ടുള്ള ഒരാൾക്ക് 20 ലക്ഷത്തിന് മേലെ വരുമാനം വരുന്നുവെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഈ പറയുന്ന GST രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പബ്ലിക് റവന്യൂ, എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇതിൻ്റെ സോഴ്സസ് എന്താണെന്ന് അല്ലേ. സോഴ്സസ് പ്രധാനമായിട്ടും ടാക്സ് ആണ്. ടാക്സിനെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഡയറക്റ്റ് ടാക്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ GST എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.